തിരക്കുണ്ടാവും എന്ന് അറിയായിരുന്നു, എന്നാലും ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പറഞ്ഞു വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നടക്കുന്ന പുഷ്പോത്സവം 2025 എന്ന് പറയുന്ന പ്രോഗ്രാമിലെ അതിൻ്റെ വിശേഷമാണ്. 24-ാം തീയതി ഇനാഗുറേഷന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ, പകലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി എങ്ങനെയാണ് അവിടുത്തെ ലൈറ്റ് ക്രമീകരണങ്ങളൊക്കെ എന്ന് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ 25-ാം തീയതി അങ്ങോട്ടേക്ക് പോകുന്നത്. അവധിയാണ്, എന്നാലും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചതിൽ നിന്നും ഉപരി ആയിരുന്നു അവിടുത്തെ തിരക്ക് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 25-ാം തീയതി പോയിട്ട് കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റാതെ പെട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ആൾക്കാർ തന്നെ തട്ടി നടക്കാൻ തന്നെ പ്രയാസമായിരുന്നു. അപ്പോൾ ചെടികൾ കാണാനായിരുന്നാലും ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരുന്നാലും വലിയൊരു ക്യൂ പോലെ ആൾക്കാരിങ്ങനെ അത്രയ്ക്ക് ഞെരുങ്ങി പൊയ്ക്കൊണ്ടിരുന്നു. ഈ സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലും കുറവുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ വഴിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാരും തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള ആംബിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇതാ കാണുന്നത് പോലെ വളരെ മനോഹരമാണ്. എല്ലാ പ്രാവശ്യവും നമ്മുടെ തിരുവനന്തപുരത്ത് ഇതുപോലുള്ള പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ക്രിസ്മസിന് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ജനുവരി 4-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. 24 തുടങ്ങി ജനുവരി 4-ാം തീയതി വരെ ഈ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രവേശനം പാസ് മുഖേനയാണ്. ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം അല്ല രാത്രി 10 മണി വരെ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞൊരു സമയമാണ് നോക്കുന്നതെങ്കിൽ ഈ വൈകുന്നേരം ആകുന്നതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാനും ഈ പൂക്കളൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല തിരക്കായിരുന്നു. പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരുപാട് മുകളിലായിരുന്നു ഇന്നത്തെ തിരക്കെന്ന് പറയുന്നത്. പിന്നെ പാർക്കിങ്ങും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പാർക്കിങ്ങിന് അവിടെ അതിൻ്റെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഫുള്ളായിരിക്കും. ബൈക്കായിരുന്നാലും ഓട്ടോ ആയിരുന്നാലും കാറായിരുന്നാലും ആ ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊന്നും ഇല്ല. റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാവരും ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വലിയൊരു തിരക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അകത്തുള്ള കാഴ്ചകൾ മെയിനായിട്ട് പുഷ്പോത്സവം, അതായത് ഫ്ലവർ ഷോ ഉണ്ട്, പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് സ്റ്റേജ് ഷോ ഒന്നും കണ്ടില്ല. സ്റ്റേജ് ഷോ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പകരം LMS ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയില്ല, അവിടെ സ്റ്റേജ് ഷോകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സാധാ മേളയിൽ കാണുന്ന ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഫുഡ് കോർട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഈ സമയത്ത് തന്നെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും പരിപാടികൾ നടക്കുന്നുണ്ട്. മലയൻകീഴ് നടക്കുന്നുണ്ട് പ്രോഗ്രാം. LMSൽ നടക്കുന്നതും മലയൻകീഴ് നടക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരിക എന്നുള്ളതല്ല, ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക, അറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ വന്ന് തന്നെ കാണേണ്ടതുമാണ് കേട്ടോ. അതുകൊണ്ട് വളരെ അത്യാവശ്യം വേണ്ടുന്ന കാഴ്ചകൾ മാത്രം അവിടുന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളും ഇതുപോലെ ആയിരിക്കും തിരക്കെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സമയമൊക്കെ അറേഞ്ച് ചെയ്ത് കൂട്ടുകാരോടൊപ്പം ഫാമിലിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് കനകക്കുന്നിലേക്ക് എത്തിക്കോളൂ കേട്ടോ. 50 രൂപയുള്ളൂ ടിക്കറ്റ്. എന്തായിരുന്നാലും ടിക്കറ്റിന് നമുക്ക് മുതലാവുന്ന കാഴ്ചകൾ ഇതിനകത്തുണ്ട്. ഇതുപോലുള്ള വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ചാനലാണ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.